തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളോടൊന്നിച്ചായിരിക്കാൻ ദൈവം തരുന്ന കൃപയ്ക്കായി, ദൈവാനുഗ്രഹങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനും നിങ്ങളും അറിയുന്നത് പോലെ, മനസ്സിലാക്കുന്നത് പോലെ നാളുകളായി ഈ വേർഡ് ഇൻ പവർ എന്ന ദൈവവചന ശുശ്രൂഷ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള അനേകർക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാകുന്നു എന്നറിയുന്നത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം കേട്ട അനേകരെ സന്തോഷത്തോടെ വിളിക്കുകയും അനേകരെ പ്രാർത്ഥനയ്ക്കായി ഞങ്ങളെ ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. ടെലിഫോണിൽ കൂടെ, ഇമെയിൽ കൂടെ, വാട്സാപ്പിൽ കൂടെ ഒക്കെ. അതൊക്കെ സമയങ്ങളിൽ അവർക്ക് മറുപടി കൊടുക്കാൻ ഇടയാകുന്നു. ചില സമയങ്ങളിൽ ഒന്നിച്ച് പലരും വിളിക്കുമ്പോൾ മറുപടി കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ നിരാശപ്പെടരുത്. വീണ്ടും വിളിക്കാൻ ശ്രമിക്കണം. ഈവൻ അതർവൈസ് അങ്ങനെയുള്ളവരുടെ ഫോണിൽ വീണ്ടും കോൺടാക്റ്റ് ചെയ്യാനുള്ള അന്തരീക്ഷങ്ങളും ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്പം താമസിച്ചാലും ആ മേഖലയിൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടാകും. എല്ലാം ദൈവനാമഹത്വത്തിനായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തും. ഈ മണിക്കൂറുകളിൽ വീണ്ടും ദൈവസന്നിധി നമുക്ക് ദൈവവചനം ചിന്തിപ്പാൻ ദൈവം തരുന്ന സാഹചര്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ അടുത്ത് വരാം. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ വീണ്ടും ഞങ്ങൾക്ക് നിൻ്റെ വചനവുമായി കർത്താവെ ആയിരിക്കാൻ അനുവാദം തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. എല്ലാം മാറ്റം മറിച്ചിലുള്ള ഈ ലോകത്ത് മാറ്റപ്പെടാത്ത നിൻ്റെ വചനത്തിനായി സ്തോത്രം. സ്വർഗത്തിലെന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവവചനം അത് എഴുതപ്പെട്ട ആത്മാവിൽ വിളിച്ചു പറയാൻ എളിവന് വരം തരണം. അന്ന് അനേക ഹൃദയങ്ങളിലും കാതുകളും ചെന്നെത്തട്ട് കർത്താവേ, ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ അത് അടുത്തു വരാൻ, ദൈവാനുഗ്രഹത്തിൻ്റെ മേഖലകളിൽ യഥാസ്ഥാനപ്പെടാൻ കാരണമാകണം. സ്വർഗമഹത്വം എടുക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി തീരണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ നാം ദൈവിക വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ ആണ് ചിന്തിക്കുന്നത്. കാരണം വിശുദ്ധി നഷ്ടപ്പെട്ടതുകൊണ്ട് ദൈവാനുഗ്രഹമില്ലാതെ ആയിപ്പോയൊരു സമൂഹത്തിൻ്റെ അനുഭവങ്ങളിലാണ് ഇന്നത്തെ ആത്മീയ മണ്ഡലം എന്ന് പറയുന്നത്. തെറ്റില്ല എന്നാണ് എൻ്റെ വിഷയം. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാരൊക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഒന്നുമില്ലായ്മയുടെ നടുവിൽ അവരെ പരമാർത്ഥതയോടെ ദൈവത്തെ നോക്കിയതിൻ്റെയൊക്കെ അനുഭവങ്ങളിൽ അവർ അനുഗ്രഹം പ്രാപിച്ചവരും തലമുറയ്ക്ക് നന്മ പകർന്നു കൊടുത്തവരും. ആ മേഖലയിൽ നഷ്ടപ്പെട്ട ആ കാര്യങ്ങളൊക്കെ മടങ്ങി വരാൻ ഇവിടെയാക്കട്ടെ. അതിനുവേണ്ടി ആ വചനം നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ച ആ വിശുദ്ധിയുടെ മണ്ഡലങ്ങളിലേക്ക് മടങ്ങി വരാൻ ഈ ചിന്ത ഞാൻ ദൈവസന്നിധി പ്രാർത്ഥി പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ ചില ചിന്തകൾ അതിനോട് ബന്ധപ്പെട്ട് തുടർന്ന് തരികയാണ്. ജീവിത വിശുദ്ധിയോട് ബന്ധപ്പെട്ട ഒരു വലിയ വിഷയമാണ് കണ്ണിനോടുള്ള ബന്ധം. കർത്താവ് തന്നെ എടുത്തു പറഞ്ഞു. അതിന് ആധാരമായ ഒരു വചനം വായിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 22-23. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിൻ്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാലും എത്ര വലുത്. കർത്താവ് പറഞ്ഞ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ആത്മീയ ദർശനം നഷ്ടപ്പെട്ട് ആത്മീയ ശക്തി നഷ്ടപ്പെട്ട ഒരു വലിയ കൂട്ടത്തിൻ്റെ അനുഭവങ്ങളിൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ അന്തരീക്ഷങ്ങളിൽ അത് മടങ്ങി വരാനുള്ള ആഹ്വാനമാണ് നമ്മൾ ഈ ദിവസങ്ങളെ ദൈവിക വചനത്തിൽ കൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് ദൈവം തരുന്ന ആലോചനകളിലേക്ക് നമ്മൾ വായിച്ച വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണെന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ വായിച്ച ശരീരത്തിൻ്റെ വിളക്ക് തന്നെ കണ്ണ്, അല്ലേ? നമ്മൾ എന്താ വായിച്ച്? ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. വെട്ടം തരുന്നത് അതാ. കണ്ണില്ലെങ്കിൽ എന്തുവാ? അപ്പോൾ അതിൻ്റെ ഗൗരവം പറയാതെ മനസ്സിലാക്കാമല്ലോ ദൈവം. ഈ കണ്ണ് ചൊവ്വുള്ളതായിരിക്കണം. എന്തോ ചൊവ്വുള്ളെന്ന് പറഞ്ഞാൽ ശരിക്കാം, അല്ലേ? പലതും നമുക്ക് ചൊവ്വുള്ളതും ചൊവ്വല്ലാത്തതെന്ന് പറയാം. ചില വീട്ടിലെ പിള്ളേരെ കുറിച്ചൊക്കെ ചിലർ പറയുന്നത് ഒന്നും ചൊവ്വുള്ളതല്ല, എല്ലാം ഉണ്ടല്ലോ പറയുന്നത്. അപ്പോൾ എന്തോ ഈ ചൊവ്വുള്ളതും ചൊവ്വല്ലാത്തതും തമ്മിൽ കണ്ണിനോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കണ്ണിനാണ്ട് കേട് പിടിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. നോ നോ നോ, അതല്ല. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഇത് എഴുതിയിരിക്കുന്നത് ലെറ്റ് യുവർ ഐ ബി സിംഗിൾ. അത് നിങ്ങൾ നോക്കണം വീട്ടിൽ കേട്ടോ. ഇഫ് ദൈൻ ഐ ബി സിംഗിൾ ദ ഹോൾ ബോഡി വിൽ ബി ഫുൾ ഓഫ് ലൈറ്റ്. നിങ്ങളുടെ കണ്ണ് സിംഗിളാണെങ്കിൽ, ഒന്നാണെങ്കിൽ, അല്ലെ ഒന്നായിരിക്കുന്നെങ്കിൽ
എന്തോ 2 കണ്ണുള്ളപ്പോൾ ഈ ഒന്നായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ അർത്ഥം? ഇഫ് ദ പർപ്പസ് ഓഫ് യുവർ ഐ ഈസ് സിംഗിൾ എന്നാണ്. നിന്റെ കണ്ണിൻ്റെ കൊണ്ടുള്ള ആ ഉദ്ദേശം ഒന്നായിരിക്കുന്നെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. പരമാർത്ഥത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ സത്യമായി പറഞ്ഞു. അല്ലെ ഒന്നിനെ കുറിച്ചുള്ളതായിരിക്കണം, സിംഗിൾ ആയിരിക്കണം കണ്ണിൻ്റെ ഉദ്ദേശം എന്നർത്ഥം. കാഴ്ചയുണ്ട്, കാഴ്ച എന്തിനു വേണ്ടിയാണെന്നുള്ളത് കേട്ടോ. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇഫ് ദ ഐ ബി സിംഗിൾ, കണ്ണ് അതിൻ്റെ പർപ്പസ് ഒന്നായിരിക്കണം, പലതിലേക്ക് ഡൈവേർട്ട് ചെയ്യരുതെന്ന് അർത്ഥം. ഈ ഒന്നെന്ന് പറഞ്ഞാൽ എന്താ? വേഗത്തിൽ പറയാം. മാർത്ത മറിയമാരുടെ ഭവനത്തിൽ കർത്താവ് ചെന്നപ്പോൾ മറിയ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനമൊക്കെ പഠിക്കുകയാണ്. മാർത്ത അടുക്കളയിൽ കയറി എല്ലാം കുക്ക് ചെയ്യുക, കർത്താവിന് വല്ലതും കൊടുക്കണം, നല്ല കാര്യം. ഒത്തിരി ജോലിയൊക്കെ കുഴങ്ങിയപ്പോൾ ആൾ പറഞ്ഞ് കർത്താവിനോട് വന്ന് ഈ മറിയോടെ കണ്ട എന്തുവാ ഇത്, ഇവിടെ എന്നെ തന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുക, ഒന്നും ജോലിക്ക് എന്നെ ഒന്നും സഹായിക്കുന്നില്ല എന്ന് പരിഭവം പറഞ്ഞുകൊണ്ടേ കർത്താവ് പറഞ്ഞു, എന്തോ പറഞ്ഞത്, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുക, എന്നാൽ അല്പമേ വേണ്ടൂ, ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. നല്ലത് ഒന്ന് എന്ന് വെച്ചാൽ വചനമാണ് നല്ലത്. അതേ ഉള്ളൂ നല്ലത് കേട്ടോ. ആ വചനം എങ്ങനുണ്ട്? ഈ വചനം കാണാനും കേൾക്കാനും, അല്ലെങ്കിൽ കാണാനും വായിക്കാനും ആ കണ്ണെന്നർത്ഥം. അല്ലെങ്കിൽ ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിലേക്ക് നിന്റെ കണ്ണും ദൃഷ്ടിയും ഒക്കെ ആയിരിക്കണം. അതിന് ഡൈവേർട്ട് ചെയ്ത് പോകരുത്. പോകാവുന്ന ഒത്തിരി അന്തരീക്ഷമുണ്ട് ഇവിടെ. അങ്ങനാണോ? ദ പ്രയോറിറ്റി, നിന്റെ ജീവിതത്തിൻ്റെ മുൻഗണന ദൈവവും ദൈവത്തിൻ്റെ വചനവുമായിരിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതം പ്രകാശിതമായി. ശരീരം മുഴുവൻ പ്രകാശമാണെന്ന് വെച്ചാൽ എന്തുവാ? ജീവിതം പ്രകാശമാകും. ദൈവവചനമാണ് നിന്റെ പ്രയോറിറ്റി എങ്കിൽ, മുൻഗണനയെങ്കിൽ എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം ദൈവമാണെന്ന് അർത്ഥോ. കാരണം യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം വചനത്തെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ സംതിങ് അബൌട്ട് ദ വേർഡ് ഓഫ് ഗോഡ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഗോഡ് ഹിംസെൽഫ്. ദൈവം തന്നെയാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ആയിരിക്കണം കണ്ണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. കണ്ണുയർത്താൻ പറ്റിയൊരു സ്ഥലം കർത്താവ്, നോക്കി വിളിച്ചപേക്ഷിക്കാൻ പറ്റിയൊരു സ്ഥലം കർത്താവ്. അപ്പം ഒരു ദൈവവൈതലിൻ്റെ കണ്ണ് വളരെ സൂക്ഷിക്കണം. അവിടെ ഇവിടെ നോക്കി കുഴയരുതെന്നാണ് എൻ്റെ അർത്ഥം. ദൈവത്തിലും ദൈവവചനത്തിലും ശ്രദ്ധ വെച്ചിരിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ചാക്കുന്നത്. നാം ആരും കർത്താവിനെ കണ്ടിട്ടില്ല, ഉണ്ടോ? ഇല്ല. പിന്നെ കർത്താവിനെ കുറിച്ച് നമ്മൾ അറിയും, നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ ദൈവവചനത്തിൽ കൂടെ. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വചനം പറഞ്ഞു തന്നു, അതിൽ കൂടാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നല്ലേ. അപ്പം നാം ദൈവവചനത്തിൽ കൂടെ കർത്താവിനെ അറിയുമ്പോൾ അവൻ്റെ മുൻഗണന കർത്താവായിരിക്കണം. ദൈവത്തിൻ്റെ മക്കളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ മക്കൾ തൻ്റെ ചിന്തകളെയും ബോധങ്ങളെയും പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവം അവൻ്റെ ചിന്തകളെയും ബോധങ്ങളെയൊക്കെ നിയന്ത്രിക്കും. എങ്ങനെങ്കിലും ജീവിച്ചിട്ട് പരീക്ഷയെ ജയിക്കാൻ കഴിയുന്നില്ല, ജീവിത പരീക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, കാര്യമില്ല. പ്രലോഭനങ്ങളെയൊക്കെ ജയിക്കാൻ ദൈവത്തിന് കഴിയണം, ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. അപ്പം നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഏകാഗ്രമാക്കി പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവവചനത്തിൻ്റെ പ്രത്യേകതയിൽ നമ്മൾക്ക് ആവശ്യമായ ദൈവകൃപ, ദൈവശക്തി, പരിശോധനകളുടെ മേൽ, പരീക്ഷകളുടെ മേലൊക്കെ ജയം തരുന്ന ഒരു ദൈവകൃപ നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ സിംഗിൾ, നമ്മുടെ കണ്ണിൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ നോട്ടം ഒന്നായിരിക്കും, ദൈവത്തിങ്കിലേക്കെന്ന അർത്ഥത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവിതം പ്രകാശം. ഇപ്പം ഇതിനൊരു മറുവശമുണ്ട്, എന്നാണെന്നറിയാം. കണ്ണിന് ആകർഷകമായ പലതും ഇവിടെ ഉണ്ട്, ചുറ്റുപാടിലുണ്ട്. വേഗത്തിൽ വീഴിക്കാൻ പറ്റിയ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതായത് പ്രത്യേകിച്ച് പറയാതെ എല്ലാവർക്കും അറിയാം. ഇന്നടുത്ത് നോക്കല്ല, ഇന്നത് കാണല്ല എന്നൊക്കെ പറയുമ്പോൾ കണ്ടാൽ പ്രശ്നമാണ് അല്ലേ. പക്ഷെ കണ്ണ് ചൊവ്വുള്ളതായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ദൈവത്തിങ്കിലേക്ക് നോക്കി ജീവിക്കണം എന്ന് അറിഞ്ഞതിൻ്റെ അർത്ഥം ദൈവവചനത്തിൽ അതിന് കഴിയുന്നുണ്ടോ?
ഒരു പാട്ടുകാരൻ പാടി, ഉലകിൽ എന്നരികിലായി പ്രിയമായ പലതുണ്ട്. നമ്മുടെ ചുറ്റുപാടി പ്രിയമായ പലതുണ്ട്, നമ്മളെ ആകർഷിക്കാൻ പലതുണ്ട്. അത് വീഴാതെ ശ്രദ്ധിക്കപ്പെടണം. ദൈവത്തെങ്കിലേക്ക് നോക്കി. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു എന്നൊക്കെയല്ലേ നമ്മൾ വായിക്കുന്നത് ആ പദസങ്കീർത്തനം. പറഞ്ഞ മനസ്സിലായി. ഇഫ് യുവർ ഐ ബി സിംഗിൾ, നിങ്ങളുടെ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ, നിന്റെ കണ്ണിൻ്റെ നോട്ടവും നിന്റെ താല്പര്യവും ദൈവത്തെങ്കിലേക്കാണെങ്കിൽ നിന്റെ ശരീരം പ്രകാശിതമായി, നിന്റെ ജീവിതം പ്രകാശമായിരിക്കും. അപ്പം കണ്ണ് ചൊവ്വുള്ളതായിരിക്കണം എന്നാ ഒന്നാമത്തെ പറയാൻ. രണ്ടാമത് വരുന്ന വായിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 6:41-42. അവിടെ എന്താ? എന്നാൽ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കി സ്വന്തം കണ്ണിലെ കോൽ വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എന്താ ഇതിൻ്റെ അർത്ഥം? കോൽ നീക്കിയ കണ്ണ്. നമ്മുടെ കുറ്റം കാണാതെ മറ്റുള്ളവൻ്റെ കുറ്റം കാണാൻ പോകുന്നെന്ന് പറഞ്ഞതിൻ്റെ അത് കപടഭക്തിയാണ് കേട്ടോ. കപടഭക്തിക്കാരെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞതൊക്കെ അതിനകത്തുകൊണ്ട്. നമുക്ക് സമയമില്ല അതെല്ലാം വിസ്തരിക്കാൻ. ചൊവ്വുള്ള കണ്ണിനെ കുറിച്ച് നാം ചിന്തിച്ചതുപോലെ കപടഭക്തി ഇല്ലാത്ത കണ്ണായിരിക്കണം. എന്ന് വെച്ചാൽ, അച്ഛ മലയാളത്തിൽ പറഞ്ഞാൽ, നമ്മുടെ തെറ്റുകളെ കാണാതെ അതിനെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവൻ്റെ തെറ്റുകളെ കാണുക, അതിനെ വലുതാക്കി പരസ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടമുണ്ട്. ആ കൂട്ടത്തിലാകരുത്. എന്തെങ്കിലും ഉണ്ടോ നോക്കി നടക്കാം മറ്റുള്ളവൻ. മന്ദകാലൻ പണ്ട് മണ്ണിനിടെ കാല് പൂത്തി വെച്ച് പോകുന്നവനെ മന്ദകാരനെ നോക്കി മന്ദകാരാന്ന് വിളിച്ചെന്ന് കേട്ടിട്ടുണ്ട്. നോ, ദൈവവചനം പറയുന്നു, തൻ്റെ തെറ്റുകളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ശാന്തമായി പരിശോധിക്കാം. നമുക്ക് തന്നെ ഒന്ന് നോക്കാം, നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കാം. കപടഭക്തിയുള്ള കണ്ണായിട്ടാണോ ജീവിക്കുന്നത്? ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കുറവുകളെ പെരുപ്പിച്ചു വലുതാക്കി സമൂഹത്തിൽ തേജോവധം ചെയ്ത് സ്വന്തം ഭക്തി വലുതാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. രക്ഷപ്പെടത്തില്ല കേട്ടോ. ദൈവത്തിന് വ്യവസ്ഥയുണ്ടേ, ആ വ്യവസ്ഥയിൽ ജീവിച്ചെങ്കിലേ ദൈവം തമ്പുരാൻ സഹായിക്കത്തുള്ളൂ. അങ്ങനെ ജീവിക്കുന്നവരെ നോക്കിയ കർത്താവ് പറഞ്ഞ, കപടഭക്തിക്കാരെ, സ്വന്തം കുറവുകളെ കണ്ടുപിടിച്ച് അതിന് പരിഹാരം വരുത്തട്ടെ, അതിനുശേഷമാകട്ടെ മറ്റുള്ളവരുടെ കുറവുകളെ കാണാൻ. മറ്റുള്ളവരുടെ കുറവുകളെ കാണാനും ആ കുറവുകളെ അവനെ ബോധ്യപ്പെടുത്തുമ്പോൾ അവനെ കണ്ടം ചെയ്ത് ഇല്ലാതാക്കാനല്ല, അതിൽ നിന്ന് അവൻ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ സ്നേഹത്തോടെ ഇടപെടണം. അതും അങ്ങനെ ഒരു വശവും കൂടെ അതിനകത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ലെറ്റ് us correct ourselves. നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുക. നമുക്ക് നമ്മളെ എന്തിനാ കണ്ണാടി നോക്കും? നമുക്ക് നമ്മളെ നമ്മുടെ കണ്ണാടി നോക്കി നമ്മുടെ മുഖത്തെയൊക്കെ അറിയത്തുള്ളൂ. നമ്മുടെ തെറ്റുകളും നമുക്ക് മറ്റുള്ളവനെ അറിയുന്നത് അല്ലേ. അപ്പം നമ്മളൊരുത്തൻ്റെ കണ്ണിലേത് കണ്ടുകൊണ്ട് കണ്ടാ കരണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അവൻ നോക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വലിയ കോല് നീണ്ടതിരിക്കുക. സോ ബി കെയർഫുൾ. കപടഭക്തി ഇല്ലാത്ത കണ്ണായിരിക്കട്ടെ. ചൊവ്വുള്ള കണ്ണ് പോലെ മറ്റുള്ളവനെ കുറ്റം പറയുന്ന കണ്ണായിട്ടാരാ? അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാതെ നേരിൻ്റെ വഴികളിൽ, നന്മയുടെ വഴികളിൽ, വിശുദ്ധിയുടെ വഴികളിൽ നിൽക്കാൻ ദൈവാത്മാവെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. 2 കാര്യം ഞാൻ പറഞ്ഞു. 1 ചൊവ്വുള്ള കണ്ണ്, 2 കപടഭക്തി ഇല്ലാത്ത കണ്ണ്. കണ്ടോ? സ്തോത്രം. സഹോദരൻ്റെ കുറ്റം കണ്ടുപിടിക്കാനല്ല, നമ്മുടെ കുറ്റം കണ്ടുപിടിച്ച് ശ്രമിക്കുക, അത് കറക്റ്റ് ചെയ്യാനിടയാകട്ടെ. 3 യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. നമ്മളിതെല്ലാം ജീവിത വിശുദ്ധിയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത് കേട്ടോ. ഇതെല്ലാം വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന. സഹോദരൻ്റെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവൻ്റെ കുറ്റം കാണാൻ, അത് വിശുദ്ധിയെ ബാധിക്കുന്നതല്ലേ. പല കാര്യങ്ങളിൽ ഇടപെട്ട് അതിനിവിടെ കണ്ണ് മലിനമാക്കപ്പെടുന്ന അന്തരീക്ഷത്തിൽ അതും വിശുദ്ധിയെ പാലിക്കുന്നതല്ലേ. അതുകൊണ്ട് ലെറ്റ് യുവർ ഐ ബി സിംഗിൾ അണ്ടു ദ ലോർഡ് ഓൾവേസ് ഓൾവേസ് ഓൾവേസ്. എപ്പോഴും ദൈവത്തെങ്കിലേക്ക് നോക്കി ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ച് ജീവിക്കാൻ ദൈവം നമ്മെ ആഗ്രഹിക്കും. അവിടെ നമ്മൾ യോബിൻ്റെ പുസ്തകം 31-1 വരുമ്പോൾ ദൈവഭക്തനായി ജീവിച്ച യോബ് പറയുക, എന്താ? ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ കന്യകയെ നോക്കുന്നത് എങ്ങനെ? ഏറിയ കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയൊരു ഭക്തനാ അല്ലേ? തിരുവചനം വായിക്കുന്നവർക്കൊക്കെ അറിയാം, ഞാൻ പറയാം, നിങ്ങൾക്കറിയാം. ഈ ഏറിയ കഷ്ടങ്ങളുടെ നടുവിൽ കൂടെ പോയപ്പോൾ കൂട്ടുകാർ വന്ന് കുറ്റം പറഞ്ഞു, അതാടാ ഇതാണ് നിൻ്റെ കുഴപ്പം കൊണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും
എനിക്കാതെ തൻ്റെ ഭക്തിയുടെ പ്രാഗൽഭ്യത്തെ വ്യക്തമാക്കുന്ന ഒരു പരസ്യമായ പ്രസ്താവനയാണ് അയ്യോബ് ലോകത്തിന് മുമ്പാകെ വെച്ചിരിക്കുന്നത്. എന്നാ? ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. I made a covenant with my Lord, and how can I see a young woman? അത് ഞാൻ തെറ്റിക്കത്തില്ല, എൻ്റെ ദൈവമായി ചെയ്ത നിയമമാണെന്ന്. വേറെ ഓർക്കണമേ, ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇത് ശ്രദ്ധിക്കണം. അനേകരും വീണു പോകുന്ന, പരാജയപ്പെട്ടു പോകുന്ന ഒരു മേഖലയായത് കേട്ടോ. ആന്നോ? അല്ലെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. അങ്ങനെ ലോകത്തിൻ്റെ ആകത്തുക ഇന്നെടുത്ത് നോക്കിയാൽ എന്തുവാ? മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ബന്ധത്തിൽ ഇതിനൊരു വലിയ സ്ഥാനമുണ്ട്. അതായത് അവൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു വശം. ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ എങ്ങനെയാണ് വെച്ചേക്കുന്നത്? സൃഷ്ടിപ്പ് അങ്ങനെ നോക്കല്ലെന്ന് പറഞ്ഞാലും നോക്കൂ. അങ്ങനെ ഒരു ആകർഷണം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ നീയും അതിനെ കീഴടക്കണം, നീ അതിനെ ജയിക്കണം. ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. അതിനാ ഇന്ദ്രിയജയം എന്ന് പറയുന്നു. ഒരിടത്ത് നോക്കല്ലെന്ന് പറഞ്ഞാൽ പിന്നെ നോക്കാനുള്ള പ്രേരണ. ഒരു കൊച്ചു കുഞ്ഞിനോട് അത് ചെയ്യലെന്ന് പറയുമ്പോൾ ചെയ്യാനാണ് അവന് താല്പര്യം. അത് ആ നാച്ചുറൽ ഇൻസ്റ്റിക്റ്റാണ്. മനസ്സിലായി? മാനുഷികമായി നൽകിയിരിക്കുന്നൊരു വാസനയാണ്. പക്ഷെ അതിനെ ജയിക്കണം. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. കന്യകയെ നോക്കുന്നത്, മറ്റു കാര്യങ്ങൾ നോക്കുന്നത് ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം വീഴ്ചയ്ക്ക് എളുപ്പമുണ്ട്, ആശ്രയം തെറ്റിയാൽ ആശ്രയക്കൊടുമുടി എവറസ്റ്റ് പോലാണെന്നൊരു ഭക്തൻ പാടി. ഒരല്പസമയം മതി തെറ്റിപ്പോവാൻ. പിശാചിനോട് പോലും എതിർത്തു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ അത് നിന്നെ വിട്ട് ഓടിക്കോളും. എതിർത്ത് നിന്നാൽ പിശാച് ഓടിപ്പോകും. പക്ഷെ നീ ഓടിപ്പോകേണ്ട ചില സ്ഥലങ്ങളെക്കുറിച്ച് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൗവന മോഹങ്ങളെ വിട്ടോടണം, ജഡമോഹം വിട്ടോടണം, കപടഭക്തി വിട്ടോടണം, ദ്രവ്യാഗ്രഹം വിട്ടോടണം, പലതും വിട്ടോടണം. പിടിച്ചു നിൽക്കാമെന്ന് വിചാരിക്കില്ലെന്ന് അർത്ഥം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനൊന്നും വീഴത്തില്ല എന്ന് പറഞ്ഞ് പോകരുത്. ഓടി രക്ഷപ്പെടേണ്ട അടുത്ത് ജോസഫിനെ പോലെ ഓടി രക്ഷപ്പെട്ടോണം. എങ്കിലേ ജീവിത വിശുദ്ധി പാലിക്കാനും, എങ്കിലേ അക്കരെ നാട്ടിൽ ചെല്ലത്തുള്ളൂ കേട്ടോ. അല്ല ഇവിടെ കിടന്ന് കുറച്ച് നാൾ കറങ്ങി വെച്ച് വീണു പോകും. അനേകരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. ജീവിതത്തിൽ വിടുതലിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയാണല്ലോ വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ നോട്ടം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കണ്ണ്, കാഴ്ച കൊണ്ട് വലിയ അപകടം. കണ്ണ് സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമുണ്ട്. മറ്റെങ്ങും പോകണ്ട, വേദപുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ? ഒറ്റ നോട്ടം കൊണ്ട് പാപത്തിൽ വീണു പോയ വ്യക്തികൾ. വേദപുസ്തക ചരിത്രത്തിൽ we see a man whose name is David, King David, ദാവീദ് രാജാവ്. തിരുവചനം പഠിക്കുമ്പോൾ ഇതുപോലെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനില്ല. Nobody ever in the Bible that he tried to please God as that of David. ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തോട് സഞ്ചരിച്ചു, സംസാരിച്ചൊക്കെ ജീവിച്ചവനാ. പക്ഷെ failed terribly, പരാജയപ്പെട്ടു പോയി. എന്താ കാരണം അറിയാമോ? രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നോക്കണം കേട്ടോ, അതിനകത്തുണ്ട്. ഒരിക്കൽ പുള്ളി വൈകിട്ട് ഉച്ചയ്ക്ക് ഇച്ചിരി വിശ്രമമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് മട്ടുപ്പാവിൽ ഒന്ന് ഇച്ചിരി കാറ്റ് കൊള്ളാൻ കയറിയതായിരിക്കും ആട്ടെ, എന്തേലും ആയിട്ട് രാജധാനിയുടെ മട്ടുപ്പാവ്. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നോക്കുമ്പോൾ അടുത്ത ഒരു വീട്ടിൽ ഇന്നത്തെ പോലുള്ള കെട്ടി അടച്ച അന്തരീക്ഷമൊന്നും അല്ലായിരിക്കാം, ഒരു സ്ത്രീ കുളിക്കുന്നു. ആ കാഴ്ച അവനെ ഭ്രമിപ്പിച്ചു. അപ്പോൾ അന്വേഷിച്ച് ഈ സ്ത്രീ ഏതാ. അപ്പോൾ തൻ്റെ പടക്കളത്തിൽ യുദ്ധം ചെയ്യുന്ന ഊരിയാവിൻ്റെ ഭാര്യയാണെന്ന് മനസ്സിലായി. അന്വേഷിച്ചു. ആദ്യം അന്വേഷണത്തിലേക്ക് നീങ്ങി. അന്വേഷിച്ചപ്പോൾ അവൾ ഇന്നാരാണെന്ന്. അപ്പോൾ അവളെ കാണാൻ താല്പര്യമുണ്ടായി. കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. നിങ്ങൾ വേദപുസ്തകം വായിക്കണം കേട്ടോ. സംഭവിച്ച എന്താണെന്നറിയാം. അവളുമായി പാപത്തിലേർപ്പെട്ടു. അവൾ ഗർഭിണിയായി. അപ്പോൾ ആ പാപം മറക്കണ്ടേ? അതുകൊണ്ട് എന്ത് ചെയ്തു? യുദ്ധക്കളത്തിലായിരുന്ന ഊരിയാവിനെ വരുത്തി ഇവളുടെ കൂടെ ഒന്നിച്ച് പാർക്കാനൊക്കെ സംവിധാനം ഒരുക്കിയിട്ട് അവൻ പോയില്ല. ഒടുവിൽ ആ തെറ്റ് തൻ്റെ മണ്ടയിൽ വന്ന് വീഴാതിരിക്കാൻ
യുദ്ധക്കളത്തിൽ വെച്ച് ഊരിയാവിനെ കൊന്നുകളഞ്ഞു, തകർത്ത് കളഞ്ഞു. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഡേവിഡ് കമ്മിറ്റഡ് അഡൾട്ടറി. അവൻ വ്യഭിചാരദോഷം ചെയ്തു. നോട്ട് ഓൺലി ദാറ്റ്, ഹി ബിക്കേം എ മർഡർ. അവനൊരു കൊലപാതകരായി മാറി. എവിടെ ആരംഭം? ഒരു നോട്ടം. കിട്ടിയോ? അപ്പം ശ്രദ്ധിക്കണം, എത്രത്തോളം ശ്രദ്ധിക്കണം. ചെറിയ വിഷയങ്ങളായിട്ട് ഈ പാപം തുടങ്ങുന്നത് കേട്ടോ. വലിയ അപകടത്തിൽ ചെന്നിയാണ്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കണം. സൂക്ഷ്മതയോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവിൻ, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പീനെന്ന് ദൈവത്തിൻ്റെ ദാസനായി പൗലോസ്ലീഹ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ്. ഈ മണിക്കൂറുകളിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവനുള്ളവരുടെ ജയസ്വത്തെ യഹോവയുടെ നന്മ കണ്ട് നന്ദി പറഞ്ഞ് ആയുസ്സിൻ്റെ നാളുകൾ ധന്യമായി തീരാൻ കർത്താവേ കണ്ണുകളെ സൂക്ഷിപ്പാൻ, കണ്ണുമായി നിയമം ചെയ്ത് ജീവിപ്പാൻ ഇടയാകണമേ എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ജഡിക വാഞ്ചകളെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊന്നിലും നിന്റെ കണ്ണ് പതിയാതിരിക്കട്ടെ. ശരീരത്തെയും മനസ്സിനെ അശുദ്ധമാക്കുന്ന എല്ലാ അന്തരീക്ഷങ്ങളും ദൈവമേ വിടുതൽ തരണേ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെയാണ് യോബ് പറയുന്നത്, ധൈര്യമായി പറയുക, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. പിന്നെ ഞാൻ എങ്ങനെ, ഇതാണ് തീരുമാനമെടുത്ത് അത് പാലിക്കണം കേട്ടോ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ തീരുമാനം പാലിച്ച യോബ് പറയുകയാണ്, എൻ്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും, എൻ്റെ വീണ്ടെടുപ്പുകാരനെ. പ്രമാണങ്ങൾ സൂക്ഷിക്കുന്നവനെ ദൈവം കൈവിടത്തില്ല കേട്ടോ. ദൈവം മാനിക്കും. നമ്മുടെ പ്രത്യാശ അതാണല്ലോ. കർത്താവേ, ഈ വചനം കേൾക്കുമ്പോൾ ദൈവവചനം കേൾക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണമേ, ചെറുപ്പക്കാരും പ്രായമുള്ളവരും എല്ലാം. ആമേൻ. ആർക്കും അബദ്ധം പറ്റാവുന്ന മേഖലയാണ് ഇത് കേട്ടോ. അതുകൊണ്ട് അവിടെ എല്ലാവർക്കും ഇതൊരു മുന്നറിയിപ്പായിരിക്കട്ടെ. ദൈവത്തിന് നമുക്ക് സ്തോത്രം. ഒരു നിയമം ചെയ്ത കണ്ണുമായി ദൈവ കണ്ണുകളിൽ പരിശുദ്ധിയുള്ളവരായിരിക്കാൻ ഇടയാകട്ടെ. ജീവിത വിശുദ്ധിയുടെ മണ്ഡലങ്ങളിലാണ് നാം ധ്യാനിക്കുന്നത്. ദൈവം നമ്മെ വിശുദ്ധിയിൽ ഉറപ്പിക്കട്ടെ. എളുപ്പം വായിച്ചു നിർത്തട്ടെ. അടുത്തത് 119 സങ്കീർത്തനം 18 വാക്യം. അതെന്താണെന്നറിയാമോ? തുറക്കപ്പെട്ട കണ്ണ്. ന്യായപ്രമാണം വായിക്കാൻ തുറക്കപ്പെട്ട കണ്ണ്, ദൈവവചനം വായിക്കാൻ തുറക്കപ്പെട്ട കണ്ണായിരിക്കണം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് കണ്ണുകളെ തുറക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചു, ദൈവസന്നിധി പാടി. ന്യായപ്രമാണത്തിൽ അത്ഭുതമുണ്ടെന്ന് വെച്ചാൽ ദൈവവചനത്തിൽ അത്ഭുതമുണ്ട്. അത് കാണാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം. ആ അത്ഭുതം അനുഗ്രഹമാണ്. അനുഗ്രഹം പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമേ സ്തോത്രം. ആ അത്ഭുതം ലഭിക്കണം. നിന്റെ വചനം നിന്റെ കണ്ണ് ദൈവവചനത്തിനു വേണ്ടി ദാഹിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. വചനത്തിനു വേണ്ടി തുറക്കപ്പെട്ടതായിരിക്കണം. Take time to read the word of God. വായിക്കാൻ കഴിയുന്നുണ്ടോ? എത്ര സമയം? 24 മണിക്കൂറുണ്ട്. എത്ര വായിക്കും? 1 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, വഴി നിൽക്കരുത്, ഇരിക്കരുത്. പ്രതികാരിയോട് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം. ഞാൻ അടുത്തൊരു കാര്യം പറഞ്ഞു. എന്തോ അതറിയാം? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചതിനെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇംഗ്ലീഷ് വേദപുസ്തകം വായിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ അത് സന്തോഷമായി. Blessed is the man who delights in the law of the Lord, meditating upon it day and night, day and night, day and night. ആരെ കൊണ്ട് കഴിയും? വേണ്ട. കുറച്ചു സമയമെങ്കിലും ദൈവവചനം ധ്യാനിക്കാൻ കഴിയുമോ? ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ കണ്ണു തുറക്കണേ, അതിനുള്ള സഹായം തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, ആഗ്രഹിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ പറയട്ടെ, എല്ലാ വിധത്തിലും വിശുദ്ധി ആവശ്യം. കാരണം കർത്താവ് പറഞ്ഞു, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. ദൈവത്തോട് അടുത്ത് വരാൻ, ദൈവസന്നിധിയിൽ ആയിരിക്കാൻ, ദൈവമേ നമുക്ക് ശുദ്ധീകരണമുള്ളവരായി തീരാം. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം പറയുന്നത്, 2 കണ്ണുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണുള്ളവനായി സ്വർഗത്തിൽ പോ. കണ്ണ് ദോഷം ചെയ്യുന്നെങ്കിൽ അതിനെ വെച്ചുകൊണ്ടിരിക്കണ്ടെന്നാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ആരെങ്കിലും കുത്തിക്കളയുമോ കണ്ണ്? പക്ഷേ ജീവിതത്തെ കർമ്മപ്പെടുത്താൻ ദൈവത്തോട് കൃപ ചോദിര്, ഒരു നിയമം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കണ്ടാൽ ദൈവം സഹായം. ഞാൻ സമയപരിധി കൊണ്ട് ഓടിച്ച് പറയും, ഈ കാലത്തെ ഒരു ഡിജിറ്റൽ വേൾഡ് അല്ലേ, ഏറ്റവും വലിയ ദോഷം എന്താ? ഇന്നത്തെ സ്മാർട്ട് ഫോൺ. ഒത്തിരി നല്ല കാര്യങ്ങൾ അതിലുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അറിയാം, വേറെ തുമ്പില്ല. ഓക്കെ, ഗുഡ് 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 ഗുഡ്. അപ്പോൾ തന്നെ അതിനകത്ത് മറുവശം, യൗവന ലോകം മുതൽ പ്രായമുള്ളവരെ ബാധിക്കുന്ന ഭയങ്കരമായ ദുർഘടകരമായ അവസ്ഥ അതിനകത്തുണ്ട്. ഇത് വിവേചിക്കാൻ കഴിയണം. ഇന്നൊരു നല്ല കൂട്ടത്തിൻ്റെ സമയം മുഴുവൻ ഫോണിലാണ്. ദൈവവചനം വായിക്കാൻ ആർക്ക് സമയം? പിന്നെ ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ദൈവമേ കരുണ ചെയ്യണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അങ്ങനെ ചെലവഴിച്ച് കണ്ണുകളെയും ഹൃദയത്തെയും അശുദ്ധമാക്കുന്ന അന്തരീക്ഷങ്ങളിൽ നിന്ന്, അതിൻ്റെ സ്വാധീന വലയത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ട് ജയകരമായി ജീവിപ്പാൻ കർത്താവേ കൃപ തരണേ
എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരീക്ഷകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും വിജയം തരുവാൻ കഴിയുന്ന ദൈവവചനം തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ വഴികളിൽ കൂടെ അവരെ നടത്ത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും അത് വിട്ടുമാറുക. ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങളെ ദൈവവചനം കൊടുത്ത് വളർത്താൻ നമുക്ക് തന്നെ പ്രായമുള്ളവരും ഈ വചനത്തിന് മുമ്പാകെ വിനയപ്പെടാനിടയാകട്ടെ. കർത്താവേ, സമയങ്ങളും കാലങ്ങളും പോകുന്നല്ലോ, പിന്നീട് ദുഃഖിക്കാനിട വരാതെ ആമേൻ. പ്രമാണത്തിന് വേണ്ടി തുറക്കപ്പെട്ട കണ്ണായി, നിയമം ചെയ്ത കണ്ണായി, ചൊവ്വുള്ള കണ്ണായി, കപടഭക്തിയുള്ള കണ്ണായിട്ട് ജീവിക്കാനല്ല, ദൈവത്തിന് പ്രസാദകരമായി നിന്നെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ, നിത്യതയിൽ എത്തിച്ചേരാൻ. ദൈവമേ, മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവകൃപയിൽ ഞങ്ങളെ ആക്കി തീർക്കണമേ. തെറ്റുപറ്റി ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? ഇന്ന് മടങ്ങി വരാൻ, ഒരു മടക്കി വരവിൻ്റെ അന്തരീക്ഷങ്ങളിൽ, ദൈവസന്നിധി വിശുദ്ധിയുടെ അന്തരീക്ഷങ്ങളെയൊക്കെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്താൻ ഈ മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? എത്ര പേരുണ്ട്? കണ്ണുകളടയ്ക്കാൻ, തലകളെ വണക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ നീ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ലെന്ന് ദൈവവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആ അശുദ്ധിയുടെ മണ്ഡലങ്ങളിലേക്ക് തള്ളിവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും അത് വിടുതലിന് കാരണമായി തീരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ സമയത്തെയും ആരോഗ്യത്തെയും ഒക്കെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ ഏകാഗ്രതയുള്ളവരായി തന്നെത്താൻ ബലവാനത് കാണിക്കേണ്ടതിന് ഓടുകണ്ട് ഭൂലാവുമൊക്കെ ഉണ്ടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മേഖലയിൽ കർത്താവെ നിന്നെ പ്രസാദിപ്പിക്കുന്നവരായി കാണാൻ മാത്രമേ ഇടയാകാവേ എന്ന് പ്രാർത്ഥിക്കും. ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ വീഴ്ച പറ്റിയവരെയൊക്കെ ദൈവം പിടിപ്പിക്കുകയും യഥാസ്ഥാനപ്പെട്ട് ദൈവസന്നിധിയിൽ നിയമം ചെയ്ത കണ്ണുമായി മുന്നോട്ട് നീങ്ങാൻ, ആ കണ്ണുമായി നിന്നെ നേരിൽ കാണുന്ന ദിവസം വരെയും എല്ലാവരെയും കാക്കുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അശുദ്ധ മണ്ഡലങ്ങളിൽ ജീവിതം വിടുവിക്കണം, വിശുദ്ധിയോടെ ജീവിപ്പാൻ കൃപ നൽകണം. തിരുനാമൻ ശക്തിയുള്ള അന്തരീക്ഷങ്ങളിൽ ഈ ഭൂമിയിൽ ബലപ്പെടുവാൻ ഈ കാലങ്ങളിൽ ദൈവം സഹായിക്കണമേ. എല്ലാം അങ്ങ് മഹത്വത്തിനായി തീരണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.